ഹലോ, ഇന്നൊരു സെയിൽ വീഡിയോ ആണ്. ഇത് നല്ല നാടൻ ബാൾസാട്ടോ. കണ്ടില്ലേ, നല്ല മഴയത്ത് നിറയെ പൂട്ട് നിൽക്കുന്ന കണ്ടില്ലേ. എൻ്റെ കയ്യിൽ 6 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ കട്ടിങ്സിന് 10 രൂപയും റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈക്ക് 20 രൂപയാണ്. മഴയത്തൊക്കെ നിറയെ പൂവാണ്. കണ്ടില്ലേ. വീഡിയോ കണ്ടിഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണേ. ഇത് മഴയത്ത് ഈ കാലത്തിൽ, ഈ മഴക്കാലത്ത് ഇതിൻ്റെ കട്ടിങ്സ് വേഗം പിടിക്കും കേട്ടോ. എല്ലാ ചെടീൻ്റെയും കട്ടിങ്സ് വേഗം റൂട്ട് വരുന്ന സമയമാണ് മഴക്കാലം. വേനൽക്കാലത്ത് നമ്മളിങ്ങനെ ബാൾസത്തിൻ്റെയൊക്കെ കട്ടിങ്സ് നടുമ്പോൾ നമുക്ക് എല്ലാ കട്ടിങ്സും ഒന്നും പിടിച്ച് കിട്ടില്ല. മഴക്കാലത്ത് നമുക്ക് എല്ലാ കട്ടിങ്സും പിടിച്ച് കിട്ടും കേട്ടോ. ഇത് ബിഗോണിയ കേട്ടോ. ബിഗോണിയൻ്റെ 3 കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്. ഇതൊക്കെ മഴയത്ത് വെച്ച ബിഗോണിയ കേട്ടോ. ഇതൊക്കെ മഴയത്താണ്. മഴയത്ത് വെക്കുമ്പോൾ നമ്മളെ പോട്ടി മിക്സിൽ വെള്ളം കെട്ടി നിൽക്കാത്ത പോട്ടി മിക്സ് ആവണം. പിന്നെ തുള്ളി തെറിക്കാത്ത സ്ഥലത്തും ആവണം, അല്ലെങ്കിൽ നശിച്ചു കേട്ടോ. തുള്ളി തെറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ മുറിഞ്ഞു പോയി നശിച്ചു പോകും. ഇതിൻ്റെ കട്ടിങ്സിന് 10 രൂപ. പിന്നെ തൈകൾക്ക് 30 രൂപ മുതൽ തൈകൾ സ്റ്റാർട്ടിംഗ് ആണ്. നമുക്കൊരു പോട്ടിൽ നല്ല ബുഷിയായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവേ. ഇത് ഞാൻ സൺഷെയ്ഡിൻ്റെ അവിടെ വെച്ച ബിഗോണിയൻ്റെ കേട്ടോ. അതിലുണ്ട് വൈറ്റും റെഡും പിങ്കും ഉണ്ട്. എല്ലാ കാലത്തും കണ്ടില്ലേ നിറയെ പൂട്ട് നിൽക്കുന്നത്. ഇപ്പം അത്ര വെയിലൊന്നും കിട്ടില്ല, എന്നിട്ടും നിറയെ പൂണ്ട്. നല്ല വെയിലത്താവുമ്പോൾ ഇതിന് ബിഗോണിയയ്ക്ക് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല ഭംഗിയാട്ടോ. ലീഫിനും പൂവ് കുറച്ചും കൂടെ നിറയെ ഉണ്ടാവും. ഇപ്പം അത്ര വെയിൽ കിട്ടില്ലല്ലോ. ഇത്ര പോകുന്നത് ഞാൻ 30 രൂപയ്ക്ക് നൽകും കേട്ടോ. വൈറ്റും റെഡും പിങ്കും ഒക്കെ 30 രൂപയ്ക്ക് ഇത്ര ബുഷിയായിട്ടുള്ളത് നൽകും കേട്ടോ. അതിലും കൂടുതൽ ബുഷിയായിട്ട് വേണ്ടവർ പറഞ്ഞാൽ മതിയേ. ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും കട്ടിങ്സിന് 10 രൂപയുള്ളൂ കേട്ടോ. കട്ടിങ്സ് എല്ലാം വേഗം പിടിച്ച് കിട്ടും. നല്ല പോട്ടിങ്സ് ആയാൽ, നല്ല പോട്ടിങ്സ് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി വെള്ളം വാർന്നു പോകുന്ന പോട്ടിങ്സാണ്. വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്ത് ഈ ചളി മാതിരിയുള്ള മണ്ണ് ആവരുത്. നമ്മൾ ചകിരിച്ചോറ് മണ്ണും കൂടെ ഉള്ളതായാലും മതി, അല്ലെങ്കിൽ നമുക്ക് കരിയിലപ്പൊടി കുറച്ച് മണ്ണും ഉള്ളതായാലും മതി. അതിലൊക്കെ വേറെ റൂട്ട് വരും കേട്ടോ. ഇത് നാടൻ റോസിൻ്റെ റൂട്ട് വന്ന തൈകളാണ്. ഈ തൈകൾക്ക് ചെറിയ തൈകളാട്ടോ, റൂട്ട് വന്നിട്ടേ ഇല്ല. ഈ തൈകൾക്ക് 20 രൂപ. ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ഉണ്ട് കേട്ടോ. 10 രൂപയുള്ള നാടൻ റോസാണ്. നിറയെ കൊലയായിട്ട് പൂവുണ്ടാവും കേട്ടോ. ഇത് നാടൻ, പേര് പെട്ടെന്ന് എനിക്ക് ബ്ലാങ്കായി പോവാണ്. നാടൻ കലാഞ്ചിയൻ്റെ തൈയാട്ടോ. 40 രൂപയാണ് ആ തൈക്ക്. റെഡാണ് ഇത്. ഫയർ ക്രാക്കറിൻ്റെ റെഡാണ്. ഇതിൻ്റെ ഓരോ തൈകൾക്കും 20 രൂപയുള്ളൂ കേട്ടോ. ഇത് മൊത്തമായിട്ട് വേണമെങ്കിൽ 50 രൂപയാണ്. നിറയെ പൂവുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഒന്നൊക്കെ പൂവ് ഞാൻ സൈഡ് കൊടുത്തില്ല, എൻ്റെ മറ്റു വീഡിയോകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫേണാണ്. ഈ ഫേണിന് 30 രൂപയുള്ളൂ കേട്ടോ. നല്ല ഫേണാണ്. ഇത് അധികം വെയിൽ വേണ്ട, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഫേണിന് അധികം വെയിൽ വേണ്ട. പിന്നെ മഴയത്തും വെക്കണ്ട കേട്ടോ. മഴയത്ത് വെച്ചാലും കുറേ വെള്ളം കെട്ടി നിന്നാലും കേടുവന്നു. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് വെരിഗേറ്റഡ് അരേലിയാണ്. ഇതിൻ്റെ ഓരോ തൈകളും 20 രൂപയുള്ളൂ കേട്ടോ. നമുക്ക് ഇതിനധികം വെയിലൊന്നും വേണ്ട. നല്ല ബുഷിയായിട്ടൊരു പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയാട്ടോ. ഈ സ്പൈഡർ പ്ലാന്റിന് 20 രൂപയുള്ളൂ കേട്ടോ. ഇത് നിറയെ ബുഷിയാവും കേട്ടോ, പോട്ട് നിറയെ. ഇത് ഹാങ്ങിങ് പെപ്പറോമിയ കേട്ടോ. ഇതിൻ്റെ വേരോട് കൂടിയ കട്ടിങ്സിന് 10 രൂപയുള്ള. ഇതാണ് നാടൻ ബോൾസത്തിൻ്റെ തൈകൾ കേട്ടോ. റൂട്ട് വന്ന ഹെൽത്തി ആയ തൈകൾ. ഈ തൈകൾ ഓരോന്നും 20 രൂപയ്ക്ക് നൽകുക. കട്ടിങ്സ് വേണ്ടവർക്ക് കട്ടിങ്സും ഉണ്ട്. ഇതൊക്കെ എപ്പീഷ്യ കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ 4 കളർ എപ്പീഷ്യ ഉണ്ട് കേട്ടോ. ഓരോരോ തൈകൾക്കും 10 രൂപയാണ്. പിന്നെ കുറുന്തോട്ടി എന്ന് പറയുന്ന ആ ചെടി ഉണ്ടല്ലോ, അതൊരു ഔഷധ ചെടിയാണ്. അതിൻ്റെ കട്ടിങ്സിന് 10 രൂപയുള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ്. നമുക്കൊരു ബോട്ടിൽ ബുഷിയായി നിർത്തുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ എല്ലാം ഓരോരോ തൈകൾക്കും 10 രൂപയുള്ളൂ കേട്ടോ.
നല്ല ഭംഗിയുണ്ട്. ഹാങ്ങിങ് ആയിട്ടും വെക്കാം, അല്ലാണ്ടും വെക്കാം കേട്ടോ. വീഡിയോ കണ്ടിഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ആന്തൂറിയത്തിൻ്റെ പൂ കണ്ടില്ലേ, എന്ത് നല്ല വലിപ്പം. ഇതൊക്കെ നാടൻ ആന്തൂറിയ കേട്ടോ. ഇതെല്ലാം എൻ്റെത് മഴയത്താണ്, ഒരു കുഴപ്പമില്ല. നാടൻ ആന്തൂറിയം മഴയത്ത് തന്നെയാണ് സ്വതവേ. വെയിൽ പറ്റൂല, വെയിൽ ആവുമ്പോൾ അതിൻ്റെ ഇല ഇങ്ങനെ കരിഞ്ഞു പോകും കേട്ടോ. എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.